ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിനുറാം. നിങ്ങൾക്കും ഒരു ഗ്രാഫിക് ഡിസൈനർ ആകാം. അതിനായി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വിന്നേഴ്സ് ഓഫ് മീഡിയ. ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാം മലയാളത്തിൽ എന്ന യൂട്യൂബ് ക്ലാസ്സിൻ്റെ 3-ാം ഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് ഒരു ഫോട്ടോയെ എങ്ങനെ നമുക്ക് കട്ട് ചെയ്ത ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവെക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ക്ലാസ് നോക്കാം. നമുക്കെപ്പോഴും ഒരു വർക്ക് സ്പേസ് നമുക്കിവിടെ ആവശ്യമാണ്. ഇതിനകത്ത് നമ്മളൊരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒരു വർക്ക് സ്പേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ വർക്ക് സ്പേസ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോട്ടോ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ നിന്ന് നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് യൂട്യൂബ് നമുക്കൊരു ഫോട്ടോ ഓപ്പൺ ചെയ്തു. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് നമുക്കൊരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്കറിയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇത് കൂടുതലായിട്ട് ആൽബങ്ങളിൽ, അഡ്വർടൈസ്മെൻറ്റുകളിൽ, അതുപോലെയുള്ള ആഡുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു മെത്തേഡ്. ഒരു ഫോട്ടോയെ വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കട്ട് ചെയ്ത് എങ്ങനെ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, അതാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് ടൂൾ ബാറിൽ പെൻ ടൂളാണ്. ഇതാണ് പെൻ ടൂള്. ഇതിനകത്ത് നമ്മളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അറിയാൻ പറ്റും. ഒരു 4 ഓപ്ഷൻ ഉണ്ട്. പെൻ ടൂള് 1, 2, 3, 4, 5 ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് പെൻ ടൂൾ എന്ന് പറയുന്ന ടൂൾ എടുക്കുക. ഈ ടൂൾ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പെന്നിൻ്റെ രീതിയിൽ നമുക്കിവിടെ ടൂള് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇനി ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോയെ നമുക്കൊന്ന് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടൂളുണ്ട്, സൂം ടൂള്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സൂം ഔട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ പ്ലസ് ആണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇവിടെ തന്നെ പ്രോപ്പർട്ടീസ്, ഇത് മൈനസും ഇത് പ്ലസ്സും ആണ്. പ്ലസ് ചെയ്ത് നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും. ഇത്ര മാക്സിമം കൊണ്ടുപോകാൻ പറ്റും. അതിനുശേഷം ഈ ഹാൻഡ് ടൂള് നമ്മൾ ജസ്റ്റ് ഇതുപോലെ മാറ്റുകയാണെങ്കിൽ ഔട്ട് ഫോട്ടോയെ നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ അതിന് ഷോർട്ട് കട്ട് ഉണ്ട്. അതിനകത്ത് അതായത് കീബോർഡിൽ കൺട്രോള് പ്രസ് ചെയ്തുകൊണ്ട് പ്ലസും മൈനസും, അതായത് മൈനസ് സൂം ഔട്ട് ആണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പ്ലസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സൂം ചെയ്ത് വരും. ഇതിനെ ജസ്റ്റ് നമുക്ക് ഒരു വലുപ്പത്തിൽ കണ്ടതിന് ശേഷം ആ ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹാൻഡ് ടൂൾ നമുക്ക് വിസിബിളായിട്ട് കാണാം. അല്ലെങ്കിൽ സ്പേസ് ബാർ പ്രസ് ചെയ്യാം. അതിനുശേഷം നമുക്കിതുപോലെ സ്പേസ് ബാർ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ മൗസിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ മൂവ് ചെയ്യും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ കട്ട് ചെയ്യുമ്പോൾ മാക്സിമം സൂം ചെയ്ത് തന്നെ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഫിക്സലൊക്കെ കറക്റ്റായിട്ട് വന്നാലേ നമ്മൾ വേറൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവെക്കുന്ന സമയത്ത് അതൊരു മാച്ചിങ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ കട്ട് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ പെൻ ടൂൾ എടുത്തു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എവിടെ നിന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ഒരു പോയിന്റ് ഇടുക. ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പോയിന്റ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നോക്കാം, നമുക്കൊരു പോയിന്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. മാക്സിമം സൂം ചെയ്ത് തന്നെ ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ അടുത്ത ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക. വലിച്ചുകൊണ്ട് പോവല്ല ചെയ്യേണ്ടത്. ആദ്യത്തെ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത പോയിന്റും ക്ലിക്ക് ചെയ്യുക. അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ നേരെയാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നമുക്ക് ഇതിനകത്ത് കിട്ടത്തില്ല. അതിന് നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ കൺട്രോൾ Z കൊടുക്കുകയാണ്, ബാക്കിലേക്ക് കൊടുത്തു. ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അടുത്ത പോയിന്റ് കൊടുത്തതിന് ശേഷം മൗസിൽ നിന്ന് നമ്മൾ കൈ എടുക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കർവ് ചെയ്യുക ഇതുപോലെ. ഓക്കെ, അപ്പോൾ ഇവിടെ കർവ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾക്ക്, ഇപ്പോൾ ഈ പെൻ ടൂൾ എടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്കറിയാം പെൻ ടൂളിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനൊരു ഫിൽ കളറുണ്ട്, സ്ട്രോക്ക് കളറുണ്ട്, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് ഒരു ഷേപ്പാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഷേപ്പ് വേണ്ട, ഇതിനെ കട്ട് ചെയ്യുകയാണ് നമ്മൾ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്യുകയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിന് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഷേപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഷേപ്പ് മാറ്റി, ഇപ്പോൾ ഈ ഷേപ്പ് ഇവിടെ കിടക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരയ്ക്കുന്നതനുസരിച്ച് അതിൻ്റെ കൂടെ ഓരോ ഷേപ്പിൽ കളർ നമുക്കുണ്ടാവും. നമുക്ക് ബാക്ക് ആയിട്ട് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് സെറ്റ് അൺഡു കൊടുത്ത് നമുക്ക് ഇതുപോലെ മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഷേപ്പ് നമുക്ക് വേണ്ട, അത് ശ്രദ്ധിച്ചോണം. പെൻ ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ ഷേപ്പാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇതിനെ പാത്താക്കി മാറ്റുക. ഓക്കെ, ഇനി നമ്മളിതിനെ ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ,
ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, ജസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു, അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു, ജസ്റ്റ് ഇവിടെ നിന്ന് നമുക്ക് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ നമുക്ക് ഒരു കർവ് പോലെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം കറക്റ്റായിട്ട്. അതിനുശേഷം ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഒരു ലൈൻ പോലെ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ലൈൻ നമുക്ക് ആവശ്യമില്ല, അത് കളയണം എന്നുണ്ടെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ കളഞ്ഞില്ലെങ്കിൽ അടുത്ത സെലക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതുണ്ട് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ലൈൻ വരിക. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്, നമുക്ക് നേരെ തന്നെയാണ് വേണ്ടത്. അതിനായിട്ട് ഈ സെലക്ഷൻ ഈ ഒരു ലൈൻ കളയാൻ വേണ്ടിയിട്ട് കീബോർഡിൽ ശ്രദ്ധിക്കുക, കീബോർഡിൽ ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ മൗസ് പോയിന്റ് ഈ സെൻട്രലായിട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ലൈൻ പോയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ലൈനിലേക്ക് വരുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കർവ് വരയ്ക്കേണ്ട സമയത്ത് ഒരു കാരണവശാലും ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മൗസ് അതിൽ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ കർവ് ചെയ്യാം. വീണ്ടും നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇതുപോലെ നമുക്ക് കർവ് ചെയ്ത് ഇതിനെ കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ കർവ് ചെയ്യാം എന്നുള്ളതാണ് കറക്റ്റായിട്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും നല്ല കർവാണ് വരുന്നത്. ഇത് ജസ്റ്റ് കർവ് ചെയ്ത് ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ആൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആൾട്ട് എടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഇതിനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഒരു കർവാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ലൈനാണ്. മൗസിൽ കൈ എടുക്കാതെ തന്നെ സ്ട്രൈറ്റ് കർവ് സെറ്റ് ചെയ്യും. ഇവിടെ ആൾട്ട് പ്രസ് ചെയ്യാം, ഈ ലൈൻ കളയും. അതുപോലെ തന്നെ ആൾട്ട് പ്രസ് ചെയ്യുന്നു, ലൈൻ കളയുന്നു. ഓക്കെ, ആൾട്ട് പ്രസ് ചെയ്യുന്നു, ലൈൻ കളയുന്നു. ഇതുപോലെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് സ്പേസ് ബാറിൽ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ സൈഡിലേക്ക് മാറ്റി നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, നമുക്കിതുപോലെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി കൺട്രോൾ മൈനസ് കീബോർഡിൽ കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ ഒരു സെലക്ഷൻ പോലെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഫുൾ ആയിട്ട് ഓരോരോ ലൈൻ പോലെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനകത്ത് മേക്ക് സെലക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് മൗസിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു ഫെദർ റേഡിയസ്, അതായത് ഇത് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് മിക്സ് ചെയ്തൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫെദർ റേഡിയസ് അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്കൊരു 2.4 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും അത് എന്താണെന്നുള്ളത്. ജസ്റ്റ് ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്കൊരു സെലക്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റുന്ന പോലെ തന്നെ അവിടെ ഒരു സെലക്ഷൻ ആഡ് ആയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ബാക്ക്ഗ്രൗണ്ട്, അതായത് നമ്മളിവിടെ ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിലെ ക്ലിക്ക് ചെയ്യുന്നു. ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു നോർമൽ കളർ ബാക്ക്ഗ്രൗണ്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്കൊരു ക്ലിക്ക് ചെയ്തു. ഓക്കെ, റെക്റ്റാങ്കിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൺട്രോൾ ടി കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്. ഇതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആണ്. ബാക്ക്ഗ്രൗണ്ടിനെ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സെലക്ട് ചെയ്ത ബാക്ക്ഗ്രൗണ്ടിനെ ഒരു നമ്മുടെ മൂവ് ടൂൾ സെലക്ട് ചെയ്യുക. അതായത് ഇതാണ് മൂവ് ടൂൾ, പഠിച്ചിട്ടുണ്ട് നമ്മുടെ പഴയ ക്ലാസ്സുകളിലൊക്കെ. ഓക്കെ, സെലക്ട് ചെയ്തു. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ജസ്റ്റ് ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു നമ്മൾ സെലക്ട് ചെയ്ത അത്രയും ഷേപ്പ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് എൻലാർജ് ചെയ്ത് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ.
ട്രാൻസ്ഫോം ടൂൾ എന്ന് പറയുന്ന കൺട്രോൾ ടൂൾ യൂസ് ചെയ്യുന്നു. ഇത് ഫ്രീ ട്രാൻസ്ഫോം ടൂൾ പ്രസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ സെലക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ കീബോർഡിൻ്റെ ആൾട്ടും ഷിഫ്റ്റും നിങ്ങൾ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് കോർണറിൽ നിന്ന് ഇങ്ങോട്ട് വലിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ ഇവിടെ വന്നിട്ടുണ്ട്. കൺട്രോൾ+ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് സൂം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പേസ് ബാർ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ടൂൾ ബാറിൽ ഹാൻഡ് ടൂൾ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഇതുപോലെ മാറ്റി നോക്കാൻ പറ്റും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പോർഷൻ ഇവിടുന്ന് പോയിട്ടില്ല അല്ലേ. ഇതോടെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത അതേ ഒരു മെത്തേഡ് തന്നെ ഒന്നുകൂടെ ചെയ്താൽ മതി. അത് ഇവിടുന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതാണ് ഓക്കെ, കാരണം ഇതൊരു സെലക്ഷൻ ടൂളാണ് പെൻ ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് വിടുക. ഓക്കെ, സെലക്ട് ചെയ്തു. ദെൻ മേക്ക് സെലക്ഷൻ അല്ലെങ്കിൽ കൊടുക്കുക. ഇവിടെ വന്നിട്ടില്ല. ഓക്കെ, ജോയിൻ ആയിട്ടില്ലായിരിക്കും. അവിടെ നിന്ന് മേക്ക് സെലക്ഷൻ അപ്ലൈ ചെയ്യുന്നു. 2.4 കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇനി ഇത് സെലക്ട് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഇമേജിൽ നിന്ന് സെലക്ട് ചെയ്ത് അത്രയും ഭാഗത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു പോർഷൻ വേണ്ട. അപ്പോൾ അത്രയും ഭാഗം ചെയ്തതിന് ശേഷം നമ്മൾ കീബോർഡിൽ ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ആ സെലക്ഷൻ പോകാൻ വേണ്ടിയിട്ട് സെലക്റ്റിനകത്ത് ഡീസെലക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം കൺട്രോൾ- കിട്ടും. കണ്ടോ? അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ മൂവി ടൂൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ലെയർ 1 വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഉണ്ട്. ഇവിടെ ലെയർ 1 ഉണ്ട്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതിനകത്ത് ഈ ലെയർ 1 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ എവിടെ വേണമെങ്കിലും മൂവ് ചെയ്ത് നമുക്ക് കൊണ്ടുവെക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ കൺട്രോൾ T ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഇതുപോലെ സെറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് ടൂളൊക്കെ നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിക്കുക. എന്നിട്ട് നമുക്ക് സച്ചിൻ എന്നൊക്കെ എഴുതി വെക്കാൻ പറ്റും. നമുക്കിപ്പം സച്ചിൻ എന്നിട്ട് നമുക്കിവിടെ ഒരു ക്യാപ്ഷൻ കൊടുത്തു. അതിൻ്റെ ഫോണ്ട് സൈസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ മാറ്റാം. ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഒരു കൊടുക്കാം. ഇതാണ് നമുക്ക് വേണ്ട സൈസ്. ആ ഒരു സൈസിലേക്ക് കൊടുക്കാം. 72 കൊടുത്തിട്ടുണ്ട്. സെർച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിവിടെ കൊടുക്കാനൊക്കെ സാധിക്കും. ഇനി നമുക്ക് ഇതെല്ലാം എൻ്റർ അടിച്ചു. ഇനി ഇവിടെ ഒരു ചെറിയൊരു ബോർഡർ ഒരു ബോക്സോട് നമുക്ക് കൊടുക്കണം. ഈ ഒരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഇവിടെ ഒരു ഷേപ്പ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഒരു വൈറ്റ് കളർ കൊടുത്തിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വൈറ്റ് കളറിൽ കൊടുത്തു. ഇവിടെ ജസ്റ്റ് ഒരു ബോക്സ് കൂടെ നമ്മൾ സെറ്റ് ചെയ്യണം. കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ലെയറിൽ ഇവിടെ റെക്റ്റാങ്കിൾ 2 എന്ന് പറയുന്നതും സച്ചിൻ എന്ന് പറയുന്നതും അതിൻ്റെ താഴെയാണ് ലെയർ. അപ്പോൾ അതിന് സച്ചിൻ എന്ന് പറയുന്നതിന് മുകളിലേക്ക് കൊണ്ടിടണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കൊണ്ടിടാം. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു കാര്യമുണ്ട്. ഇത് വൈറ്റ് കളറാണ് ടെക്സ്റ്റ്, അതുപോലെ തന്നെ ബോക്സും വൈറ്റ് കളറാണ്. അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാം. ഇവിടെ തന്നെ നമുക്കതിൻ്റെ കളറൊന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാം. നമ്മൾ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. സച്ചിൻ എടുത്തു. അതിനുശേഷം ഈ വൈറ്റ് അതായത് ഈ ടെക്സ്റ്റ് നമ്മളിതിലേക്ക് മുകളിലേക്ക് ഇടണം. സച്ചിൻ. ഓക്കെ, നമുക്ക് കൊടുക്കാൻ പറ്റും. സച്ചിൻ എന്ന് പറഞ്ഞിട്ട് ഇതിപ്പം ടെക്സ്റ്റ് ടൂൾ എടുത്ത് നമുക്കിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഫോണ്ട് രീതിയിൽ പല ഫോണ്ടുകളും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ ഇപ്പോൾ ഒരു ഫോണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു ഇമേജിനെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇപ്പോൾ ഫയൽ ഓപ്പൺ ഞാൻ കൊടുത്തു. അതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ടാണ് നമുക്കിവിടെ വേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പം ഓപ്പൺ എടുത്തിട്ട് നമുക്ക് ഓപ്പൺ ക്ലിക്ക് ചെയ്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരാം. ഇനി ഈ രീതിയിലല്ല എങ്കിൽ പോലും നമുക്കൊരു പ്ലേസ് ചെയ്യാം. ഓക്കെ, പ്ലേസിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ കാണുക. അപ്പോൾ ഇതിനകത്ത് എല്ലാ വീഡിയോയുടെയും താഴെ പഴയ വീഡിയോസിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പഴയ വീഡിയോകളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പം ഡയറക്റ്റ് പ്ലേസ് ചെയ്യാൻ പോവാണ്. ഒരു ഇമേജിനെ പ്ലേസ് ചെയ്യുന്നു. പ്ലേസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. അവിടെ ഒരു സെലക്ഷനൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ വലത് സൈഡിലായിട്ട് ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ആ ഇമേജിനെ റാസ്റ്ററൈസ് ലെയർ ആക്കണം. റാസ്റ്ററൈസ് ലെയർ ആക്കി കഴിയുമ്പോൾ മാത്രമേ അത് നമുക്ക് നമ്മുടേതായ രീതിയിലേക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഡയറക്റ്റ് പ്ലേസ് ചെയ്യുമ്പോഴുള്ള ഒരു മെത്തേഡാണ്. ഡയറക്റ്റ് പ്ലേസ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ റാസ്റ്ററൈസ് ലെയർ ആക്കണം. അതിനുശേഷം നമ്മൾ ഈ ലെയർ സെലക്ട് ചെയ്യുന്നു.
അതിനുശേഷം നമ്മളിതിനെ ഈ ബാക്ക്ഗ്രൗണ്ടിന് പകരം ഏറ്റവും ബാക്കിലേക്ക് കൊടുക്കുക. ബാക്കിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, ഡ്രാഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നിലൊരു ഷേപ്പ് ഇവിടെ നിൽപ്പുണ്ട്. ആ ഷേപ്പിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ആ ഷേപ്പ് പോകും. അങ്ങനെ നമ്മളിപ്പോൾ കൊടുത്ത ഇമേജ് ആയിരിക്കും ഇവിടെ വരിക. ഇവിടെ നമ്മളിപ്പോൾ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് താഴേക്ക് ഒരു റെക്റ്റാങ്കിൾ കൊണ്ട് മാറ്റാം. സെറ്റ് നമുക്ക് ജസ്റ്റ് താഴോട്ട് മാറ്റാം. ഓക്കെ, കൺട്രോൾ ടി കൊടുത്ത് ജസ്റ്റ് മുകളിലേക്ക് കൊടുക്കുക. ഓക്കെ, സച്ചിൻ എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്തു. ഓക്കെ, ഈ വൈറ്റ് പോർഷൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വൈറ്റ് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്ത് റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്ത് ഇവിടെ ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. ജസ്റ്റ് നമുക്ക് അവിടെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഇത് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതുപോലെ നമുക്ക് ഒരു ഇമേജിനെ കട്ട് ചെയ്ത് വേറൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവെക്കാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് ഫോട്ടോ ആൽബങ്ങൾക്കാണെങ്കിലും അഡ്വർടൈസ്മെൻറ്റുകൾക്കാണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫോട്ടോയെ കട്ട് ചെയ്ത് വേറൊരു ബാക്ക്ഗ്രൗണ്ടിലേക്കോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ടിലേക്കോ ഒക്കെ കൊണ്ടുവെക്കുന്ന ഒരു മെത്തേഡാണിത്. അതിന് നമ്മൾ പെൻ ടൂൾ മാത്രമാണ് ഉപയോഗിച്ചത്. പെൻ ടൂൾ എടുക്കുക, അതിനെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക, അതിൽ കർവൊക്കെ വേണ്ടെടുത്ത് കർവ് വരച്ചെടുക്കുക, മേക്ക് സെലക്ഷൻ കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.